കൊച്ചി കോർപ്പറേഷനിൽ എൻഡിഎയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഒരു ഭിന്നത മുന്നണിയിൽ ഉണ്ടാകുന്നത്. BDJS ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങുമായി ഉൾപ്പെടെ വിട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ടായി. സീറ്റുകളുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആവശ്യപ്പെട്ട സീറ്റുകൾ വിട്ടു നൽകിയില്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കും എന്ന നിലപാടിലേക്ക് BDJS എത്തുന്ന സാഹചര്യമുണ്ടായി. നമ്മളോടൊപ്പം ഇപ്പോൾ BDJS നേതൃത്വം ചേരുന്നുണ്ട്. എന്താണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എത്താനുണ്ടായ വിഷയം? അതായത് നമ്മൾ ഈ വിഷയം ഉന്നയിക്കുന്നത് പറഞ്ഞാൽ വൈപ്പിൻ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിലുടനീളം BDJSന്റെ ഈ ഭിന്നത നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു തിരുവനന്തപുരത്ത് അവിടെ ഇവിടെയൊക്കെ തുടർന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ എറണാകുളത്തെ സംബന്ധിച്ചോളം നമ്മൾ എറണാകുളം ജില്ലാ പഞ്ചായത്ത് 4 ജില്ലാ പഞ്ചായത്തുകളിൽ ജില്ലാ പഞ്ചായത്തും വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ 8 ബ്ലോക്ക് ഇടപ്പള്ളി ഇതിൽ 8 ബ്ലോക്കിൽ ഒരു ബ്ലോക്കും പിന്നെ മുളവുകാട് പഞ്ചായത്തിൽ 16 വാർഡിൽ 3 വാർഡുകളാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അങ്ങനെ 3-2-5 സീറ്റുകളാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ദേശീയ ജനാധിപത്യ മുന്നണിയിലെ ഒരു മുൻനിര ഘടകകക്ഷി എന്ന നിലയിലേക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ട ഈ 5 സീറ്റുകളിൽ ഞങ്ങളോട് ചർച്ച ചെയ്യാതെ BJP നേതൃത്വം ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുകയും അതിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെ നിർത്തുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് PB സുജിസ് അവർ 1-2 ചർച്ചയിൽ പങ്കെടുക്കുകയും ഞങ്ങൾ ആവശ്യങ്ങൾ നിരന്തരം ഉന്നയിക്കുകയും ചെയ്തിട്ട് പോലും യാതൊരു അഭിപ്രായങ്ങളും ഞങ്ങൾ കേൾക്കാതെ അവർ ഒരു വാർഡ് മാത്രം മുളവുകാട് പഞ്ചായത്തിൽ ഒരു വാർഡ് മാത്രമാണ് ഇപ്പം നൽകുകയുണ്ടായത്. ബാക്കി എല്ലാ ഇതും നിരസിക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് പല രീതിയിലും ഇടപെട്ടു, പല ആൾക്കാരോടും സംസാരിച്ചു. പക്ഷേ യാതൊരു സമവായവും ഒരു മുന്നണി ഉണ്ടാവേണ്ട യാതൊരു സമവാക്യങ്ങളും രൂപീകരിക്കപ്പെട്ടിട്ടില്ല. അതിന്റെ ഫലമായിട്ടാണ് ഇന്നലെ മുളവുകാട് പഞ്ചായത്ത് കമ്മിറ്റി BDJS പഞ്ചായത്ത് കമ്മിറ്റി അർജന്റ് യോഗം വിളിക്കുകയും നമ്മൾ ഒറ്റക്ക് ഈ പറഞ്ഞ സീറ്റുകളിലൊക്കെ ഒറ്റക്ക് മത്സരിക്കാനും മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ BJPക്കുള്ള പൂർണ്ണ പിന്തുണ പിൻവലിക്കാനും തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് വൈപ്പിൻ നിയോജക മണ്ഡലം കമ്മിറ്റി യോഗം വിളിച്ചിട്ടുണ്ട്. മണ്ഡലം കമ്മിറ്റിയും ഇതേ ആവശ്യം തന്നെ ഇന്ന് പ്രമേയമായിട്ട് പാസാക്കി ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിയും കൈമാറാൻ തീരുമാനിച്ചിട്ടുണ്ട്. താങ്കൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയാകേണ്ടിയിരുന്ന ആളുകളാണ്. BDJS NDAയുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളിൽ ഒന്നുകൂടിയാണ്. അർഹതപ്പെട്ട സീറ്റ് തന്നെയാണ് ചോദിക്കുന്നത്. എന്താണ് ഈ സീറ്റ് നിഷേധത്തിന് കാരണമായി അവർ പറയുന്നത്? അതായത് ഘടകകക്ഷി എന്നതിൽ ഉപരി ഇത് കേരളത്തിലെ പിന്നോക്ക സമുദായത്തിനോടുള്ള ഒരു അവഗണനയായിട്ട് വേണം, അതായത് ഒരു സവർണരുടെ അവഗണനയായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. കാരണം ഒരു SNDPക്കും അതുപോലെ ഇത്തരം BDJSനും ഒരുപാട് ജയസാധ്യതയുള്ളതും വോട്ട് കൂടുതലുള്ളതുമായ സ്ഥലങ്ങളാണ് ഞങ്ങൾ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ. കാരണം ഒരുപാട് ശാഖകളും ഒക്കെ നിലവിലുള്ള സ്ഥലങ്ങളാണ്. അത്തരം ഞങ്ങൾക്ക് വിജയസാധ്യത ഉള്ള സ്ഥലങ്ങളിൽ പോലും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അത് തരാതിരിക്കുന്നത് ഈ BDJS എന്ന പ്രസ്ഥാനത്തെ അവഗണിക്കുന്നതിന്, അതായത് ഈ മുന്നണിയിൽ നിന്ന് അവഗണിക്കുന്നതിന് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ ഇത്തവണ വ്യാപകമായി കൊച്ചിയിൽ ഇത്തവണ വലിയൊരു മുന്നോട്ടുപോക്ക് ഉണ്ടാക്കാൻ കഴിയും, വിജയപ്രതീക്ഷ ഉണ്ട് എന്നെല്ലാം NDA പറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു ഘട്ടത്തിൽ BDJS വിട്ടു നിൽക്കുന്നത് NDAക്ക് വലിയൊരു ഗുരുതരമായൊരു പരിക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, കേരളത്തിൽ മൊത്തമുള്ള ഒരു സാഹചര്യമാണ്, ഞങ്ങൾക്ക് മാത്രമുള്ള സാഹചര്യമല്ല. ഇപ്പം തൃശ്ശൂരും പാലക്കാടും ഒക്കെ ഇത്തരം സീറ്റുകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒന്നുമില്ല, NDAയോട് കൂടി ചേർന്ന് NDAക്ക് വിജയസാധ്യത ഉറപ്പിക്കാൻ വേണ്ടി അവരിൽ ഒരാളായി നിന്ന് മത്സരിക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്, ഞങ്ങൾ സന്നദ്ധത പ്രകടിപ്പിച്ചതും. പക്ഷെ അതിന് പോലും സമ്മതിക്കാതെ ഒരു ഏകപക്ഷീയമായ തീരുമാനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ആദ്യഘട്ടം ഉണ്ടായി. ആ പ്രഖ്യാപന ചടങ്ങിൽ നിന്നും നിങ്ങൾ വിട്ടുനിൽക്കുന്നു, ഇറങ്ങിപ്പോകുന്നു എന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതെ, ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഒക്കെ അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ ഏകപക്ഷീയമായി പറയും. കാരണം ഒരു NDA എന്നൊരു സംവിധാനം ഇവിടെ നിലവിൽ ഉണ്ടായിട്ടില്ല. അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തീരുമാനിക്കുന്നു, അവിടെ വെച്ച് മീറ്റിംഗ് കൂടുന്നു, അവിടെ വെച്ച് അനൗൺസ് ചെയ്യുന്നു. ഒരു NDA ചെയർമാനോ അല്ലെങ്കിൽ NDAന്റെ ഒരു രാഷ്ട്രീയ സമവാക്യം ഇതിലേക്ക് വന്നിട്ടില്ല. അതിൽ ഞങ്ങൾക്ക് പൂർണ്ണ അതൃപ്തിയുണ്ട്. ഇനി ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയില്ല, ഒറ്റയ്ക്ക് മത്സരിക്കാൻ BDJS തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? ഞങ്ങളെ സംബന്ധിച്ചോളം വൈപ്പിൻ നിയോജക മണ്ഡലത്തിൽ പെടുന്ന ഈ പറഞ്ഞ എല്ലാ സീറ്റിലും ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിലാണ്. ഈ പറഞ്ഞ 5 സീറ്റുകളിൽ ഇപ്പം നിലവിൽ എറണാകുളത്ത് 9 വാർഡുകളും ഇപ്പൊ ചർച്ചയ്ക്ക് വിധേയമാക്കി ഇരുന്ന്, പക്ഷെ ഇന്ന് വരെ തീരുമാനമായിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ 8 വാർഡുകൾ അതുപോലെ 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ ഒന്നും തന്നെ തന്നിട്ടില്ല. പിന്നെ 4 ജില്ലാ പഞ്ചായത്തിന് ഒന്നും തന്നില്ല. അപ്പം നിലവിൽ ഞങ്ങൾ കൊടുത്ത ലിസ്റ്റിൽ 9 വാർഡുകൾ, പഞ്ചായത്ത് തല വാർഡുകളും കോർപ്പറേഷനിലെ വാർഡുകളും വെച്ച് ഇനിയും തീരുമാനമാവാനുണ്ട്. ഇത്തരം സീറ്റുകളിൽ BJPക്ക് പോലും സ്ഥാനാർത്ഥികളെ കിട്ടാത്ത ഒരു സാഹചര്യവും ഇല്ലാത്തൊരു സാഹചര്യവുമാണ്.
ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ മത്സരിക്കാൻ തയ്യാറായിട്ട് പോലും ഇത്തരം സീറ്റുകൾ ഞങ്ങൾക്ക് നിരസിക്കപ്പെടുന്നത്. എന്തായാലും കൊച്ചിയിൽ തയ്യാറായി NDA മുന്നണി ഇറങ്ങുമ്പോൾ വലിയൊരു പരിക്ക് എന്ന് തന്നെ പറയേണ്ടി വരും മുന്നണിയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഭിന്നത. എന്തായാലും BJPയുടെ സവർണ ആധിപത്യമാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഉണ്ടായത്. അതിനെതിരായ പ്രതിഷേധ സൂചകമായി സ്വതന്ത്രമായി മത്സരിക്കും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് BDJS. വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ജത്തിലിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.